തൃശൂർ കൊരട്ടി ATM കവർച്ചാ സംഘത്തിൽ 7 പേർ എന്ന് പോലീസ്. മോഷ്ടാക്കൾ വേഷം മാറിപ്പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായി. ചാലക്കുടി ഹൈസ്കൂളിന് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭ്യമായത്. ചാലക്കുടിയിൽ നിന്നും ഗുരുവായൂർ പാസഞ്ചറിൽ തൃശൂരിലെത്തിയ സംഘം അവിടുന്ന് ധൻപാൽ എക്സ്പ്രസിൽ കടന്നു എന്നാണ് പോലീസ് നിഗമനം. കവർച്ചാ സംഘം ചാലക്കുടിയിൽ ഉപേക്ഷിച്ച വാഹനം ഇതിനിടെ ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ചു. തൃശൂരിൽ നിന്ന് അഭിറാം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബാങ്കിന്റെ ഏറ്റവും 10 ലക്ഷം രൂപ കവർന്ന സംഘം സഞ്ചരിച്ച വാഹനമാണ് ഈ പിക്കപ്പ് വാൻ. ഇതിലാണ് സംഘം എത്തി ഇവിടെ നിന്ന് പണം കവർന്നത്. 7ഓളം പേർ ഇപ്പോൾ സംഘത്തിലുണ്ടായിരുന്നാണ് ഇപ്പോൾ അവസാനമായി പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവിടെ എല്ലാം തന്നെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇവർ ഉപേക്ഷിച്ച്, അതായത് ATM എന്ന് പണം കട്ട് ചെയ്യാൻ ഉപയോഗിച്ച ഗ്യാസ് സിലിണ്ടർ മറ്റും ഇവർ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന രീതിയിലും അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെല്ലാം തന്നെ പോലീസ് കൃത്യമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. നേരത്തെ ഈ വാഹനത്തിൽ നിന്നാണ് ഫോറൻസിക് വിദഗ്ധർ അടക്കമുള്ളവർ എത്തി തെളിവെടുപ്പ് നടത്തിയത്. ഇതിൽ നിന്ന് രക്തക്കര അടക്കമുള്ള പാടുകൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിൽ ഏതൊരു അടിസ്ഥാനവുമില്ലെന്നും അത് പ്രതികളുടേതാവാൻ ഒരു സാധ്യതയില്ല എന്നും പോലീസ് അപ്പോൾ തന്നെ വിശദീകരിക്കുകയും ചെയ്തു. എന്തായാലും ഈ വാഹനത്തിൽ നിന്ന് കൃത്യമായി തന്നെ ആവശ്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും. ഈ പ്രതികളുടെ ദൃശ്യങ്ങൾ ലഭിച്ചതോടുകൂടി തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇവരെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘവും എല്ലാം ഉള്ളത്. അഭിറാമാണ് വിവരങ്ങൾ നൽകിയത്. ATM കവർച്ചാ സംഘത്തിന് പ്രാദേശിക സഹായം ലഭിച്ചതായും നിഗമനം. ഇതര സംസ്ഥാനക്കാരായ മോഷ്ടാക്കൾ കേരളം വിട്ടതായും പോലീസ് സംശയിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പോലീസ് പരിശോധിക്കും. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് കേരളത്തിനകത്തും പുറത്തുമായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കവർച്ച നടത്തിയ രീതി കണക്കിലെടുത്ത് വിദഗ്ധരായ പ്രൊഫഷണൽ സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ഇതര സംസ്ഥാനക്കാരായ 3 പേരാണ് 4 മണിക്കൂറിനുള്ളിൽ 3 ജില്ലകളിലായി 5 ATMകളിൽ മോഷണം നടത്തിയതെന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആസൂത്രിതമായി കൃത്യം നടപ്പാക്കാൻ ഇവർക്ക് തനിച്ച് കഴിയില്ലെന്ന വിലയിരുത്തലാണ് ഇവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചതായുള്ള സംശയം ബലപ്പെടുത്തുന്നത്. കോട്ടയത്ത് നിന്നും മോഷ്ടിച്ച വാഹനത്തിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. കവർച്ചയ്ക്ക് ശേഷം വാഹനം ചാലക്കുടിയിൽ ഉപേക്ഷിച്ച് സംഘം കടന്നുകളയുകയായിരുന്നു. ട്രെയിനിലോ ബസ്സിലോ കടന്നുകളഞ്ഞിരിക്കാമെന്നാണ് പോലീസ് നിഗമനം. ടവറുകൾ കേന്ദ്രീകരിച്ച് ഫോൺ കോൾ വിശദാംശങ്ങളും പരിശോധിച്ചു വരികയാണെന്ന് കൊച്ചിയിൽ കേസന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ PP ഷംസ് പറഞ്ഞു. ട്രെയിൻ മാർഗമാണോ ഇനി ബസ്സിന് പോയോ എന്നുള്ള കാര്യം കൂടുതൽ പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാകൂ. 3 സ്ഥലത്തും പ്രത്യേക അന്വേഷണ സംഘങ്ങളുണ്ട്. പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് അന്വേഷണം നടത്തും. ഇതര സംസ്ഥാനക്കാരായതുകൊണ്ട് ഇവർ കേരളം വിട്ടതായും പോലീസ് സംശയിക്കുന്നുണ്ട്. കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പിടിയിലായവരുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. മധ്യ കേരളത്തിൽ നടന്ന ATM കവർച്ചയ്ക്ക് പിന്നിൽ ഇതര സംസ്ഥാനക്കാരാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞ പോലീസ് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കേരളത്തിനകത്തും പുറത്തുമായി വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. കൊച്ചിയിൽ നിന്നും KM ഉമേഷ്. സ്ത്രീ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് VP സുഹറ. പുരോഗമന സംഘടനയായ നിസയുടെ നേതൃത്വത്തിൽ ഈ മാസം 22-ന് ഹർജി നൽകും. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി ചൂണ്ടിക്കാട്ടിയാകും ലിംഗസമത്വത്തിനായുള്ള നിയമ പോരാട്ടമെന്നും VP സുഹറ പീപ്പിളിനോട് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കാരണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾക്കെല്ലാം പ്രവേശിക്കാന്നുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു നല്ല നിർണായകമായ ഒരു വിധി വന്ന്. അപ്പം നമ്മളും ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പം ഭരണഘടന അനുവദിക്കുന്ന ആ ലിംഗസമത്വം നമുക്കും വേണം. ആ ലിംഗനീതിക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം മറ്റ് സമുദായങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം ഉണ്ടെങ്കിലും മുസ്ലിങ്ങളുടെ ഇടയിൽ ബഹുഭൂരിപക്ഷം പറഞ്ഞ സുന്നി പള്ളികളിൽ മാത്രം സ്ത്രീകളെ നിഷേധിക്കുന്നത്, അവർക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ NSSന്റെ പുനഃപരിശോധനാ ഹർജിയിലെ വാദങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. 10 വയസ്സുള്ള കുട്ടിയെ അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ ഭേദിക്കാൻ സാധ്യതയുള്ള ആളായി ചിത്രീകരിക്കുന്നത് അയ്യപ്പനെ അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും തുല്യമെന്ന് ദില്ലി സ്വദേശിനി സിന്ധു TP സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. അതേസമയം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തന്ത്രി കുടുംബവും സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജികൾ നൽകി. കണ്ഠരർ മോഹനർ, കണ്ഠരർ രാജീവർ എന്നിവരാണ് പ്രത്യേകം ഹർജികൾ നൽകിയത്. അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം കണക്കിലെടുത്ത് 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ മാറ്റി നിർത്തണമെന്ന വാദം സ്ത്രീവിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ച് 14 വയസ്സുള്ള പെൺകുട്ടിയുടെ അമ്മയായ ദില്ലി സ്വദേശിനി സിന്ധു TP ആണ് ഹർജി സമർപ്പിച്ചത്. NSSന്റെ ഈ വാദം ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെ അപമാനിക്കുന്നതാണെന്നും ഹിന്ദുമതത്തിൽ ഇത്തരം കാഴ്ചപ്പാടില്ലെന്നും ഹർജിക്കാരി വ്യക്തമാക്കുന്നു. 10 വയസ്സുള്ള പെൺകുട്ടിയെ അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ ഭേദിക്കാൻ സാധ്യതയുള്ള ആളായി ചിത്രീകരിക്കുന്നത് അയ്യപ്പനെ അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും തുല്യമാണ്. NSS നേതാക്കൾ പ്രതിഷേധ സമരങ്ങളിൽ ഉടനീളം 10 വയസ്സുള്ള കുട്ടികളുമായി ബന്ധപ്പെടുത്തി അയ്യപ്പന്റെ ലൈംഗികതയെക്കുറിച്ച് പറയുന്നു.
ഇത് ദൈവത്തിൽ ലൈംഗികാസക്തി ജനിപ്പിക്കാൻ താൻ കാരണമാകുമെന്ന ബോധം കുട്ടികളിൽ സൃഷ്ടിക്കപ്പെടുന്നുവെന്നും ഹർജി ചൂണ്ടിക്കാട്ടി. പുനഃപരിശോധന ഹർജി നൽകാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ഇത്തരം വാദങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഹർജിക്കാരി വ്യക്തമാക്കുന്നു. അതേസമയം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തന്ത്രി കുടുംബം സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജികൾ നൽകി. കണ്ഠര് മോഹനര്, കണ്ഠര് രാജീവര് എന്നിവരാണ് പ്രത്യേകം ഹർജികൾ നൽകിയത്. വിഗ്രഹാരാധന ഹിന്ദുമതത്തിൽ അനിവാര്യമാണെന്നും വിഗ്രഹത്തിന് അവകാശങ്ങളുണ്ടെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം തന്ത്രി കുടുംബത്തിനാണ്. ഭരണഘടനയുടെ 25(1) അനുച്ഛേദ പ്രകാരം വിഗ്രഹത്തിനുള്ള അവകാശം കണക്കാക്കാതെയാണ് സുപ്രീം കോടതി വിധിയെന്നും പുനഃപരിശോധനാ ഹർജിയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊല്ലം തുളസിക്കെതിരെ പോലീസ് കേസെടുത്തു. സുപ്രീം കോടതി ജഡ്ജിമാരെയും സ്ത്രീകളെയും അധിക്ഷേപിച്ചതിനെതിരെ ഡിവൈഎഫ്ഐ ചവറ പോലീസിന് നൽകിയ പരാതിയിലാണ് നടപടി. ജഡ്ജിമാരെ ശുംഭന്മാർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിനെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കണമെന്നും പരാതിയിൽ ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. 295A, 298 IPC, 354A, 119A പോലീസ് ആക്ട് തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തൽ, മതവികാരത്തെ വ്രണപ്പെടുത്തുക, സ്ത്രീത്വത്തെ അപമാനിക്കുക, സ്ത്രീകളെ പൊതുസ്ഥലത്ത് വെച്ച് അവഹേളിക്കുക, അസഭ്യം പറയുക തുടങ്ങിയ കുറ്റങ്ങളാണ് കൊല്ലം തുളസിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ചവറ ബ്ലോക്ക് കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് നടപടി. ഇന്ത്യയിലെ ഒന്നാകെ സ്ത്രീത്വത്തെ ഒന്നാകെ അപമാനിക്കുന്ന തരത്തിലേക്ക് പ്രസ്താവന നടത്തുകയും ചെയ്തിട്ടുള്ള കൊല്ലം തുളസിക്കെതിരെയാണ് ഡിവൈഎഫ്ഐ ചവറ ബ്ലോക്ക് കമ്മിറ്റി ചവറ സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുള്ളത്. തുടർന്ന് ഈ പരാതി പോലീസിലെയും മറ്റ് വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉന്നത തലങ്ങളിലേക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ഈ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ, ഈ നടത്തിയ പ്രസംഗത്തിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകും. ബിജെപിയുടെ ശബരിമല സംരക്ഷണ പദയാത്ര ഉദ്ഘാടന വേദിയിൽ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരെ സാക്ഷി നിർത്തിയായിരുന്നു കൊല്ലം തുളസി ജുഡീഷ്യറിയെയും സ്ത്രീകളെയും അധിക്ഷേപിച്ചത്. ഇവിടുത്തെ അമ്മമാരൊക്കെ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ അമ്മമാരൊക്കെ ശബരിമലയിൽ പോകണം. എന്തിനാണെന്നറിയോ? ചില ലവളമാർ വരും, ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും കണ്ട അവർ രണ്ടായിട്ട് വലിച്ച് കീറണം. കീറി ഒന്നിൽ ഡൽഹിയിലേക്ക്, ഒന്നിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മൊഴിയിലേക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങളാരും പോകലെന്ന് എനിക്കറിയാം. കാര്യം നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും അറിവുള്ളവരാണ്, കാര്യങ്ങൾ തിരിച്ചറിയുന്നവരാണ്. നമ്മുടെ ആൾക്കാരും അവിടെ പോകണം. ഇങ്ങനെ പതുക്കെ ചിന്തയാ പോരരുത്. ഇതങ്ങ് കേൾക്കണം. ഡൽഹിയിൽ സുപ്രീം കോടതി 4 ശുംഭന്മാർ കേൾക്കണം. ഉറക്കെ ചെല്ലണം. അതേസമയം ജഡ്ജിമാരെ അപമാനിച്ച സംഭവത്തിൽ കോടതിയാണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന് പോലീസ് പറഞ്ഞു. പരാതി സംബന്ധിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശബരിമല തീർത്ഥാടനത്തിന് യുദ്ധകാല അടിസ്ഥാനത്തിൽ മുന്നൊരുക്കങ്ങളുമായി സംസ്ഥാന സർക്കാർ. ശബരിമലയിലെ നവീകരണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡിന് നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 1 മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. റോഡുകളുടെ നവീകരണത്തിനായി 200 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് സർക്കാർ ഭരണാനുമതി നൽകി. പ്രളയത്തെ തുടർന്ന് തകർന്നുപോയ പമ്പയിലെ നവീകരണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ടാറ്റ പ്രോജക്ട് ലിമിറ്റഡ് നൽകിയാണ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. 1 മാസമാണ് പ്രവർത്തനത്തിനായി നൽകിയിരിക്കുന്ന കാലാവധി. റോഡുകളുടെ നവീകരണത്തിനായി 200 കോടി രൂപയുടെ പ്രവർത്തികൾക്ക് സർക്കാർ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. നവംബർ 17-നാണ് മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിക്കുന്നത്. ഉത്സവകാലത്ത് തീർത്ഥാടകരുടെ പ്രവാഹത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ പാലങ്ങൾ, അനുബന്ധ റോഡുകൾ, കലുങ്കുകൾ എന്നിവ സമയബന്ധിതമായി പുനർനിർമ്മിക്കുന്നതിനാണ് ടാറ്റ പ്രോജക്ട് ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയത്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഇന്ത്യയിലെ പ്രമുഖ കമ്പനിയാണ് ടാറ്റ പ്രോജക്ട്സ്. പ്രവർത്തികളുടെ മേൽനോട്ടത്തിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായും 3 IAS ഓഫീസർമാരും സംസ്ഥാന പോലീസ് മേധാവിയും അംഗങ്ങളായ ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതി യോഗം ചേർന്ന് പ്രവർത്തന പുരോഗതി വിലയിരുത്തി. നിലയ്ക്കലിൽ 6000 തീർത്ഥാടകർക്ക് ഇടത്താവളം നിർമ്മിക്കാനുള്ള കരാറും ടാറ്റയ്ക്കാണ് നൽകിയത്. തീർത്ഥാടകർ കൂടുതൽ കേന്ദ്രീകരിക്കുമെന്നതിനാൽ നിലയ്ക്കലെ കുടിവെള്ള സംഭരണ ശേഷി 60 ലക്ഷം ലിറ്ററായി ഉയർത്താൻ തീരുമാനിച്ചു. പമ്പയിലും നിലയ്ക്കലും പ്രളയത്തിൽ തകർന്ന പ്രദേശങ്ങളിൽ പൈപ്പിടൽ ഉൾപ്പെടെയുള്ള കുടിവെള്ള പദ്ധതികൾക്കായി 6.5 കോടി രൂപയുടെ ഭരണാനുമതിയും സർക്കാർ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല സമരങ്ങൾ കോടതി അലക്ഷ്യമാണെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. റിവ്യൂ ഹർജി കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. കേന്ദ്ര സർക്കാർ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച ശേഷം അണികൾ എതിർക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിധിയിൽ ഒരു തെറ്റുമില്ല. കോടതി എടുത്തത് തിരക്ക് പിടിച്ച തീരുമാനവുമല്ല. വിധിക്കുമേൽ ഓർഡിനൻസ് ഇറക്കാനാകില്ലെന്നും ഓർഡിനൻസ് ഇറക്കിയാൽ അത് ഭരണഘടനാ ലംഘനമായി മാറുമെന്നും കമാൽ പാഷ കോട്ടയത്ത് പറഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആളുകളാണല്ലോ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത്. അവിടെ അവർ സമ്മതിച്ചെന്തിനായത്? അവർ പോയി അതിനെ അവിടെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ തെരുവിൽ ബഹളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ? ഇത് ഇലക്ഷൻ സ്റ്റണ്ടല്ലേ ഇതൊക്കെ, അല്ലാതെ വേറൊന്നുമില്ല. ഇത് വോട്ട് ബാങ്കാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല ഉദ്ദേശം. സർക്കാരിന് ഓർഡിനൻസ് ഒന്നും ഇതിനകത്ത് ഇറക്കാനൊന്നും പറ്റത്തില്ല. നോ. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷനാണത്.
സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പുറത്ത് അത് വയലേഷൻ അതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. സംസ്ഥാന അവരുടെ സ്റ്റാൻഡ് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളത് കറക്റ്റ് അത് അവിടെ ആർഗ്യൂ ചെയ്യേണ്ടിയിരുന്ന ഇതല്ല, നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു റിലീജിയസ് പ്രാക്ടീസാണ്. ആ പ്രാക്ടീസിനകത്ത് ഒന്നും കടന്നു കയറാൻ കാര്യമില്ല. അത് കടന്നു കയറാൻ കാര്യം ഒരു ഇന്റേണലായിട്ടുള്ള ഒരു കാര്യമാണ്. റിവ്യൂ ഒന്നും ഒരു പ്രയോജനമുള്ളതായിട്ട് എനിക്ക് തോന്നില്ല. അതിന് യാതൊരു പ്രയോജനമില്ല. അതിനകത്ത് എന്തെങ്കിലും തെറ്റ് വേണ്ടേ? ആ ജഡ്ജ്മെന്റ് ഞാൻ നോക്കിയതാണ്. ആ ജഡ്ജ്മെന്റ് ഒന്നും തെറ്റ് പറയാൻ ഒക്കത്തില്ല. നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. മന്ത്രിമാരുടെ വിദേശയാത്രയ്ക്കുള്ള കേന്ദ്ര അനുമതി വൈകുന്നു. പ്രളയക്കെടുതിയിൽ വിദേശ മലയാളികളുടെ സഹായം തേടിയുള്ള യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി വൈകിപ്പിക്കുന്നതിന് കാരണം വ്യക്തമല്ല. മുഖ്യമന്ത്രിക്ക് മാത്രമാണ് നിലവിൽ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ മാസം 17 മുതൽ 21 വരെയാണ് മന്ത്രിമാർ വിദേശയാത്രയ്ക്ക് അനുമതി തേടി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നത്. മന്ത്രിമാരുടെ വിദേശയാത്രയ്ക്ക് എന്തുകൊണ്ടാണ് അനുമതി വൈകിപ്പിക്കുന്നത് എന്ന് വ്യക്തമല്ല. ബുധനാഴ്ചയ്ക്കുള്ളിൽ അനുമതി ലഭിച്ചാൽ മാത്രമേ യാത്ര സാധ്യമാവുകയുള്ളൂ. അതല്ലെങ്കിൽ യാത്ര നീട്ടിവെക്കേണ്ടി വരും. പ്രളയക്കെടുതിയിൽ വിഭവസമാഹരണം ലക്ഷ്യമിട്ടാണ് വിദേശയാത്ര ആസൂത്രണം ചെയ്തത്. മലയാളികളെ നേരിൽ കണ്ട് കേരളത്തിന് സഹായം ലഭ്യമാക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. വിദേശ ഫണ്ട് തേടിയുള്ള യാത്ര അല്ലാത്തതിനാൽ അനുമതി നിഷേധിക്കേണ്ട സാഹചര്യവുമില്ല. മുഖ്യമന്ത്രി ഈ മാസം 17 മുതൽ അബുദാബി, ഷാർജ, ദുബായ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്താനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദിലീപ് വിഷയത്തിൽ അമ്മ സംഘടനയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച് സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCC രംഗത്തെത്തുന്നു. അമ്മയിൽ നിന്ന് കൂടുതൽ നടിമാർ രാജിക്കൊരുങ്ങുന്നു എന്നാണ് സൂചന. പത്മപ്രിയ, രേവതി, പാർവതി എന്നീ താരങ്ങൾ ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ മലയാള സിനിമയിലെ വലിയ മീടൂവിന് സാധ്യതയുണ്ടെന്ന് കാണിച്ച് സാഹിത്യകാരൻ NS മാധവൻ ട്വീറ്റ് ചെയ്തു. ഒടുവിൽ ചേർന്ന അമ്മ എക്സിക്യൂട്ടീവിലും ദിലീപ് വിഷയത്തിൽ അനുകൂല തീരുമാനമുണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് വനിതാ കൂട്ടായ്മ നിലപാട് ഘടിപ്പിക്കുന്നത്. തുടർ നടപടികൾ നിശ്ചയിക്കുന്നതിനായി WCC അംഗങ്ങളുടെ യോഗം കൊച്ചിയിൽ ചേർന്നു. അമ്മ സംഘടന വിടുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് വനിതാ താരങ്ങളുടെ തീരുമാനം. പത്മപ്രിയ, രേവതി, പാർവതി എന്നീ താരങ്ങൾ വൈകിട്ട് 4-ന് കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണും. ഇവർക്കൊപ്പം മറ്റു ചില താരങ്ങൾ കൂടി അമ്മ സംഘടനയിൽ നിന്ന് രാജിവെക്കുമെന്നും സൂചനയുണ്ട്. ദിലീപിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് അമ്മ നേതൃത്വത്തിൻ്റേത് എന്നാണ് വനിതാ കൂട്ടായ്മയുടെ പരാതി. ദിലീപിനെ സംഘടനയിൽ തിരിച്ചെടുത്ത നടപടി പിൻവലിക്കണമെന്നാണ് ഇവരുടെ മുഖ്യ ആവശ്യം. എന്നാൽ ഇക്കാര്യത്തിൽ എക്സിക്യൂട്ടീവിന് അന്തിമ തീരുമാനം എടുക്കാനാവില്ലെന്നാണ് അമ്മ പ്രസിഡന്റ് മോഹൻലാലിന്റെ നിലപാട്. ജനറൽ ബോഡിക്ക് മാത്രമേ ദിലീപിനെ തിരിച്ചെടുത്ത നടപടി പുനഃപരിശോധിക്കാൻ കഴിയൂവെന്നും അതിനായി 1 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നും മോഹൻലാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. മോഹൻലാലിന്റെ ഈ വാദത്തെ എതിർക്കാൻ WCC ചൂണ്ടിക്കാട്ടുന്നത് തിലകനെ പുറത്താക്കിയ സംഭവമാണ്. അന്ന് തീരുമാനമെടുത്തത് എക്സിക്യൂട്ടീവ് യോഗത്തിലായിരുന്നു. ദിലീപിന്റെ കാര്യത്തിൽ എക്സിക്യൂട്ടീവിന് അധികാരമില്ലെന്ന് വാദിക്കുന്നത് ദിലീപിനെ സംരക്ഷിക്കാനാണെന്നും ഇവർ ആരോപിക്കുന്നു. ഏതായാലും ദിലീപ് വിഷയം അമ്മ സംഘടനയിൽ വലിയ കലാപത്തിന് വഴിവെക്കുന്നുവെന്നാണ് പുതിയ നീക്കങ്ങൾ നൽകുന്ന സൂചന. ഇതിനിടെ മീടൂ വിവാദം മലയാള സിനിമയിലേക്ക് പടരാൻ സാധ്യതയുണ്ടെന്ന് കാട്ടി സാഹിത്യകാരൻ NS മാധവൻ ട്വീറ്റ് ചെയ്തു. മലയാള സിനിമയിൽ വലിയ മീടൂവിന് സാധ്യതയുണ്ടെന്ന് അറിവ് ലഭിച്ചുവെന്നാണ് NS മാധവൻ ട്വീറ്റിലൂടെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീഡനാരോപിതനായ മന്ത്രി MJ അക്ബറിനെ പരോക്ഷമായി പിന്തുണച്ച് അമിത്ഷാ രംഗത്ത്. AJ അക്ബറിനെതിരായ ആരോപണം പരിശോധിക്കുമെന്നും എന്നാൽ മീടൂ ആരോപണങ്ങളെല്ലാം ശരിയാകണം എന്നില്ലെന്നുമായിരുന്നു ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അമിത്ഷായുടെ മറുപടി. അതേസമയം ഇന്ന് രാത്രിയോടെയോ നാളെ പുലർച്ചെയോടെയോ മടങ്ങിയെത്തുന്ന അക്ബർ അമിത്ഷായുമായും പ്രധാനമന്ത്രിയുമായും രാജിക്കാര്യം ചർച്ച ചെയ്യുമെന്നും BJP വൃത്തങ്ങൾ സൂചിപ്പിച്ചു. MJ അക്ബറിനെതിരായ പീഡനാരോപണത്തിൽ ഇതാദ്യമായാണ് BJP അധ്യക്ഷൻ പ്രതികരിക്കുന്നത്. മീടൂ വെളിപ്പെടുത്തലുകൾ എല്ലാം ശരിയാകണമെന്നില്ലെന്ന് ഷാ അഭിപ്രായപ്പെട്ടു. എന്റെ പേരിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം അഭിപ്രായങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതാൻ സാധിക്കും. അതിനാൽ ഉന്നയിക്കുന്ന വിഷയത്തിലെ ശരിതെറ്റുകൾ പരിശോധിക്കണം. ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ അല്ലെന്നും അമിത്ഷായെ ഉദ്ധരിച്ച് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. MJ അക്ബറിനെതിരായ ആരോപണങ്ങൾ പാർട്ടി ഗൗരവമായി ചർച്ച ചെയ്യുമെന്നും അമിത്ഷാ പറഞ്ഞു. 8 പ്രമുഖ വനിതാ മാധ്യമ പ്രവർത്തകർ പീഡനാരോപണം ഉന്നയിച്ചിട്ടും ഇതേവരെയായി വിഷയത്തിൽ കാര്യമായ പരിശോധനകൾ BJP നടത്തിയിട്ടില്ലെന്ന് ഷായുടെ പ്രസ്താവന വ്യക്തമാക്കുന്നു. അതേസമയം വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്ന് രാത്രിയോടെയോ നാളെ പുലർച്ചെയോടെയോ MJ അക്ബർ ഇന്ത്യയിലെത്തും. തനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ പ്രധാനമന്ത്രിക്കും BJP അധ്യക്ഷനും അക്ബർ മറുപടി നൽകും. വിഷയത്തിലെ മോദിയുടെയും ഷായുടെയും നിലപാടിനനുസരിച്ചായിരിക്കും അക്ബറിന്റെ രാജിയിൽ തീരുമാനമുണ്ടാവുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. മീടൂ ക്യാമ്പയിന്റെ ഭാഗമായി ലൈംഗിക ആരോപണ വിധേയനായ സംവിധായകന്റെ സിനിമയിൽ നിന്നും നടൻ അക്ഷയ് കുമാർ പിന്മാറി. കുറ്റവാളികളോടൊപ്പം ജോലി ചെയ്യാൻ തയ്യാറല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അക്ഷയ് കുമാറിന്റെ പിന്മാറ്റം. ചിത്രത്തിന്റെ സംവിധായകൻ സാജിദ് ഖാനെതിരെ മീടൂ ക്യാമ്പയിനിൽ ലൈംഗികാരോപണം ഉയർന്നിരുന്നു.
സാജിദ് ഖാന്റെ ഹൌസ്ഫുൾ 4 എന്ന ചിത്രത്തിൽ നിന്നാണ് നടൻ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. ഇത്തരക്കാരോടൊപ്പമുള്ള സിനിമയിൽ നിന്ന് പിന്മാറുക എന്നത് എന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് അക്ഷയ് കുമാർ വ്യക്തമാക്കി. അക്രമങ്ങൾ അനുഭവിച്ചവർ പറയുന്നത് ഗൌരവമായി കേൾക്കണം. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് നീതി നൽകണം. ഇത്തരം പ്രവർത്തികൾക്ക് തക്കതായ ശിക്ഷ വേണമെന്നും സത്യം പുറത്തുവരുന്നതുവരെ ചിത്രീകരണം നിർത്തിവെക്കണമെന്നും അക്ഷയ് കുമാർ നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടു. ഇതിനിടെ വെളിപ്പെടുത്തലുകൾ വിവാദമായതോടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചിത്രത്തിന്റെ സംവിധാന ചുമതലയിൽ നിന്ന് മാറി നിൽക്കുമെന്ന് സാജിദ് ഖാൻ ട്വിറ്ററിലൂടെ അറിയിച്ചു. തനിക്കെതിരെ പുറത്തുവന്ന ആരോപണത്തോടെ കുടുംബവും ഹൌസ്ഫുൾ നിർമ്മാതാവും മറ്റു താരങ്ങളും സമ്മർദ്ദത്തിലായി. അതിനാൽ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചിത്രത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. ആരോപണത്തിന് പിന്നിലെ സത്യം തെളിയിക്കും. മാധ്യമ സുഹൃത്തുക്കൾ സത്യം പുറത്തുവരുന്നതിന് മുമ്പ് ഒരാളെയും വിധിക്കരുതെന്ന് സാജിദ് ഖാൻ പറഞ്ഞു. 3 സ്ത്രീകളാണ് സാജിദ് ഖാനെതിരെ ആരോപണവുമായി രംഗത്തു വന്നത്. സാജിദ് ലൈംഗികമായി അതിക്രമിച്ചുവെന്നാണ് ഇവർ ആരോപിച്ചത്. സഹസംവിധായകനും മാധ്യമപ്രവർത്തകയും നടിയുമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സാജിദ് ഖാനെ കൂടാതെ സിനിമയിലെ സഹനടനായ നാനാ പട്കറിനെതിരെയും മീറ്റൂവിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നേരത്തെ അമീർ ഖാനും കിരൺ റാവുവും സമാന കാരണം ഉന്നയിച്ച് മറ്റൊരു സിനിമയിൽ നിന്ന് പിന്മാറിയിരുന്നു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. അവധിയെടുത്ത് തിരികെ എത്താത്ത 134 ജീവനക്കാരെ കൂടി KSRTC പിരിച്ചുവിട്ടു. KSRTC MD ടോമിൻ ജെ തച്ചങ്കരിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. നേരത്തെ നോട്ടീസ് നൽകിയിട്ട് മറുപടി നൽകാത്ത 773 പേരെ ബോർഡ് പിരിച്ചുവിട്ടിരുന്നു. സർവീസിൽ പ്രവേശിച്ചതിനു ശേഷം അവധിയെടുത്ത് ജോലിക്കെത്താതെ വിദേശത്തും മറ്റുമായി ജോലി ചെയ്തു വരുന്ന 134 പേരെ കൂടിയാണ് KSRTC പിരിച്ചുവിട്ടത്. പുറത്തു ജോലിക്ക് പോകാൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ബോർഡ് ആവശ്യപ്പെട്ടാൽ തിരികെ എത്തണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ നിരവധി തവണ ജോലിയിൽ തിരികെ എത്താൻ ഇവർക്ക് നോട്ടീസ് അയച്ചിരുന്നെങ്കിലും മറുപടിയൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പിരിച്ചുവിട്ടുകൊണ്ട് CMD ടോമിൻ ജെ തച്ചങ്കരി ഉത്തരവിറക്കിയത്. നേരത്തെ ഇത്തരത്തിൽ 773 പേരെ പിരിച്ചുവിട്ടിരുന്നു. ദേശീയ ശരാശരിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ KSRTCയിൽ ജീവനക്കാരുടെ അനുപാതം വളരെ കൂടുതലാണ്. നിലവിൽ അനധികൃതമായി ജോലിക്ക് വരാത്ത ജീവനക്കാരെ കൂടി കൂട്ടിയാണ് ഈ അനുപാതം കണക്കാക്കുന്നത്. ഇവർ വ്യാജ മെഡിക്കൽ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കി സർവീസിൽ പ്രവേശിക്കുമ്പോൾ സർവീസ് ആനുകൂല്യങ്ങളും പെൻഷനും കൊടുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഉത്തരവിൽ പറയുന്നു. ഇങ്ങനെ പിരിച്ചുവിടുന്നതിലൂടെ സർവീസിനനുസൃതമായി ജീവനക്കാരെ ക്രമപ്പെടുത്താൻ കഴിയും. കൂടാതെ ആവശ്യമെങ്കിൽ ചെറുപ്പക്കാരായ പുതിയ ജീവനക്കാരെ PSC വഴി നിയമിക്കാനാകുമെന്നും ഉത്തരവിൽ പറയുന്നു. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കാത്ത കോൺഗ്രസിലെ യുവ MLA-മാർക്കെതിരെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരും പാർട്ടിക്ക് അതീതരല്ലെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് MLA-മാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ശബരിനാഥ് MLA-യെ വേദിയിലിരുത്തിയായിരുന്നു മുല്ലപ്പള്ളിയുടെ പ്രസ്താവന. നേതാക്കൾക്കും MLA-മാർക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയത്. റാഫേൽ അഴിമതിക്കെതിരെ പാർട്ടി നടത്തിയ രാജ്ഭവൻ മാർച്ചിൽ നിന്ന് യുവ MLA-മാർ ഉൾപ്പെടെ വിട്ടുനിന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. AICC അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം ഇവരിൽ നിന്ന് വിശദീകരണം തേടിയതായും അദ്ദേഹം പറഞ്ഞു. ശബരിനാഥ് MLA വേദിയിലിരിക്കെയായിരുന്നു വിമർശനം. വളരെ കോൺസ്പിക്വസ് ആയ ആബ്സെന്റീസ് നമ്മുടെ യുവ MLA-മാരാണ് എന്ന കാര്യം എന്നോട് എക്സ്പ്ലനേഷൻ ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ കാര്യം, ആ ഡിസ്പ്ലഷർ ഞാൻ ശ്രീ ശബരിയെ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിക്കുപരിയാണ് ആരെങ്കിലും എന്ന് ധരിച്ചാൽ അങ്ങനെയുള്ള ഒരാളെയും ഈ പാർട്ടിയിൽ ചുമന്നു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമില്ല എന്ന് ഞാൻ ആമുഖമായി പറയട്ടെ. അധികാര ദല്ലാളന്മാർ ഇനി പാർട്ടിയിൽ ആവശ്യമില്ല. പ്രവർത്തിക്കാത്തവരുടെ സ്ഥാനം പാർട്ടിക്ക് പുറത്തായിരിക്കുമെന്ന മുന്നറിയിപ്പും നൽകി മുല്ലപ്പള്ളി. അധികാര ദല്ലാളന്മാർ ഈ പാർട്ടിയിൽ ആവശ്യമില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. സ്വാഭാവികമായി പ്രവർത്തിക്കാത്തവർക്ക് പുറത്തു പോകേണ്ടി വരുമെന്നാണ് ഇനിയുള്ള ദിവസങ്ങളിലൂടെ എനിക്ക് പറയാനുള്ളത്. നാവായിക്കുളം പഞ്ചായത്ത് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിൽ DCC നേതൃത്വത്തോട് KPCC വിശദീകരണവും ആരാഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നന്ദലത്ത് ജിമാർട്ടിന്റെ ഹൈടെക് ഷോറൂം പാലക്കാട് പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം പട്ടാമ്പി മുനിസിപ്പൽ ചെയർമാൻ KSBA തങ്ങൾ, ബേബി ദക്ഷ ഗൗരി, സുജിത് മാസ്റ്റർ, ധ്രുവദേവ് സുജിത്ത് തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു. ലോകോത്തര ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങൾ ഹൈടെക് ഷോറൂമിൽ ലഭ്യമാണ്. കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ ഇഷ്ടപ്പെട്ട ഗൃഹോപകരണങ്ങൾക്കുള്ള സൗകര്യം നന്ദലത്ത് ജിമാർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നത്. ബഹുമാനപ്പെട്ട പട്ടാമ്പി നമ്മളുടെ മുനിസിപ്പൽ ചെയർമാൻ തങ്ങളവറുകളാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഗോപനന്ദ ജിമാർട്ട് കേരളത്തിൽ എന്നോളമുള്ള കേരളത്തിലെ എല്ലാ ഷോറൂമുകളിലെ ഒരു പുതിയൊരു ഷോറൂമായിട്ടാണ് ഇപ്പോൾ ഹൈടെക് ഷോറൂം ഇന്ന് പട്ടാമ്പിയിൽ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. ഇതിനു മുമ്പ് ഗോപനന്ദ ജിമാർട്ട് വർഷങ്ങളായിട്ട് പട്ടാമ്പിയിലൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, നന്ദലത്ത് ഏജൻസീസ് എന്ന സ്ഥാപനം. അത് വിപുലീകരിച്ച് ഇപ്പോൾ നന്ദലത്ത് ജിമാർട്ട് എന്നൊരു കൺസെപ്റ്റിൽ കൂടെ ഒരു ഹൈടെക്, ഒരു അന്താരാഷ്ട്ര വിപണി എന്നൊരു നിലയിലാണ് പട്ടാമ്പിയിൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഗോപനന്ദ ജിമാർട്ടിൽ ഉള്ള എല്ലാ ഐറ്റംസും ഇവിടെ അണിനിരത്തിയിട്ടുണ്ട്. ഗോപനന്ദ ജിമാർട്ട് ഇന്ന് പ്രളയകാലത്ത് ഗോപനന്ദ ജിമാർട്ട് കസ്റ്റമേഴ്സിന് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ കൂടിയാണ് ഞങ്ങൾ ഈ ജിമാർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്.
ബോബി ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ വജ്ര ഡയമണ്ട് ഫെസ്റ്റിന് കണ്ണൂരിൽ തുടക്കമായി. കണ്ണൂർ ക്യാപിറ്റൽ മാളിൽ സിനിമാ താരം നിഹാരിക എസ് മോഹൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് അൺകട്ട് ഡയമണ്ടുകളുടെ എക്സ്ക്ലൂസീവ് എക്സിബിഷനാണ് ഒരുക്കിയിരിക്കുന്നത്. തവണ വ്യവസ്ഥയിൽ പലിശരഹിത വിൽപ്പനയും എക്സിബിഷനോട് അനുബന്ധിച്ച് നൽകുന്നുണ്ട്. ചടങ്ങിൽ ബോബി ചെമ്മണ്ണൂർ മാർക്കറ്റിംഗ് സോണൽ മാനേജർ നിഷാദ്, ഡയമണ്ട് ഹെഡ് ജിജോ VN, സെയിൽസ് റീജിയണൽ മാനേജർമാരായ ഗോകുൽദാസ്, സെബാസ്റ്റ്യൻ, ഷോറൂം മാനേജർ ജോർജ്, മാർക്കറ്റിംഗ് മാനേജർ അനീഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു.